വൈക്കം ക്ഷേത്രത്തിലെ 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി ഓഡിറ്റ് റിപ്പോർട്ട്. 2020-2021 കാലയളവിലെ തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സ്വർണത്തിന്റെ കുറവ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകിയിട്ടില്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാടിനങ്ങളിലായി ലഭിച്ച സ്വർണമാണ് കാണാതായത്. ഇത് പരാതിയോ ആരോപണമോ അല്ല. സംസ്ഥാന ഓഡിറ്റ് വകുപ്പാണ് ഈ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയത്. സ്വർണം, വെള്ളി, ഉരുപ്പടികളെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന തിരുവാഭരണ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ 2020-2021 കാലയളവിൽ 255 ഗ്രാം സ്വർണത്തിന്റെ കുറവാണുള്ളത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ദേവസ്വം ബോർഡിനായുള്ള വിഭാഗമാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഓഡിറ്റ് പൂർത്തിയാക്കിയത്. സ്ട്രോങ് റൂമിൽ 199 സ്വർണ്ണ ഉരുപ്പടികൾ പരിശോധിച്ചപ്പോൾ 2992 ഗ്രാം സ്വർണം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂവെന്നും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് ദേവസ്വം ബോർഡ് മൗനം പാലിക്കുകയാണ്. സ്വർണം കാണാതായതിനെ കുറിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ദേവസ്വം ബോർഡിന് വിശദീകരണം ചോദിച്ചതാണ്. എന്നാൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ബോധപൂർവം ഇതിന് മറുപടി നൽകാതെ പൂഴ്ത്തിവച്ചെന്നാണ് വിവരം. മലബാർ ദേവസ്വത്തിലും സ്വർണ്ണക്കൊള്ള, ഭൂമി നഷ്ടമായി പ്രസിഡന്റ് OK വാസു. മലബാർ ദേവസ്വം ബോർഡിലും വൻ സ്വർണ്ണക്കൊള്ള. ബാലുശ്ശേരിക്കോട്ട ക്ഷേത്രത്തിൽ തിരിമറി നടത്തിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ TT വിനോദൻ മാത്രം 60 പവനിലേറെ സ്വർണത്തിന്റെ ക്രമക്കേട് നടത്തി. വിനോദന് ചുമതലയുണ്ടായിരുന്ന 10 ക്ഷേത്രങ്ങളിൽ 2 കണക്കുകൾ മാത്രമാണ് കൃത്യമായി നൽകിയത്. വിനോദന്റെ അനാസ്ഥയിൽ വട്ടോളി ശിവപാർവതി ക്ഷേത്രത്തിലെ 10 ഏക്കർ ഭൂമി നഷ്ടമായെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാധ്യമങ്ങളോട് പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്കയായി ലഭിച്ച സ്വർണത്തിന് കണക്കില്ലെന്നും OK വാസു വ്യക്തമാക്കി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയതോടെ ദേവസ്വം ബോർഡും CPM-ഉം സർക്കാരും വെട്ടിലാവുകയാണ്. ദ്വാരപാലക ശില്പപീഠം വിരലടയാളം പേടിച്ചു പോറ്റി. N വാസു പ്രസിഡന്റായ ബോർഡും സംശയനിഴലിൽ. ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങൾ ഇളക്കിയതിലും ഇടപാടുകളിലും ഗുരുതര ചട്ടലംഘനം. പുതിയ പീഠത്തിനായി മോൾഡ് ഉണ്ടാക്കിയപ്പോഴും അത് പറ്റുമോ എന്ന് സ്ഥാപിച്ചു നോക്കിയപ്പോഴും മഹസർ പോലും തയ്യാറാക്കിയില്ല. 2020-2021 നടന്ന ഗുരുതര ചട്ടലംഘനങ്ങളിൽ N വാസു പ്രസിഡന്റായ അന്നത്തെ ബോർഡും സംശയനിഴലായി. തന്റെ കാലത്ത് പാളികൾ സംബന്ധിച്ച ക്രമക്കേട് ഉണ്ടായില്ലെന്ന വാസുവിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് വിജിലൻസ് രേഖ.